ബംഗാളിനെ കുറിച്ചും ത്രിപുരയെ കുറിച്ച് പറയുമ്പോൾ അബ്ജോദിന് ഇത്തരം പൊള്ളാൻ പാടില്ല. എനിക്കല്ല, കാരണം അവിടെ ഞങ്ങളുടെ ആയിരക്കണക്കിന് സഖാക്കളെ കൊന്നു തള്ളി സ്ത്രീകളെ അല്ല, എനിക്ക് പൊള്ളില്ല. എനിക്ക് പൊള്ളുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. പോട്ടെ, നിങ്ങൾ ഒരു പൊള്ളലും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ വന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പൊള്ളലില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനൽ വരാൻ ഒരു പൊള്ളലുമില്ല. കാരണം എന്താണ്? ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ സ്ഥാപനം ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ കൂടി ഉൽപ്പന്നമാണ് എന്ന് നല്ല ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമല്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ ഇത് പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് കേട്ടു. അല്ല, ഇപ്പൊ തന്നെ നമ്മുടെ കർണാടകത്തിലെ ഭൂമി കച്ചവടമല്ലേ ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ വലിയ തെളിവ്. അത് നമുക്ക് ചർച്ച ചെയ്യാം, ഒരു ദിവസം എടുത്ത് ചർച്ച ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോൾ അനിൽകുമാർ അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കേരളത്തിലെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ, എനിക്കൊരു പൊള്ളലുമില്ല അനിൽകുമാർ, ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കേരളത്തിലെ അസംഖ്യം ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, നിങ്ങൾ ഒരു വഴിക്ക് പോയിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെന്തോ ഭയമുണ്ട് ചർച്ച ചെയ്യാൻ. ഞാൻ കൃത്യമായിട്ട് പറയാം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ലോകത്ത് എതിർക്കുന്നത് അന്താരാഷ്ട്ര ധനമൂലധനത്തെയാണ്. ദേശീയ മൂലധനത്തെ, പ്രാദേശിക മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് കേരളം നിക്ഷേപ സൗഹൃദമാകുന്നത് ചർച്ച ചെയ്യുക തന്നെ വേണം. ആ ചർച്ച ഞങ്ങളുടെ തല കുനിക്കുകയല്ല ചെയ്യുന്നത്. അതിന് നിങ്ങളുടെ മുതലാളിക്ക് കർണാടകത്തിൽ കിട്ടിയതുപോലെ കേരളത്തിലെ ഏതെങ്കിലും മുതലാളിക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ചർച്ച ചെയ്യാം. നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. ഞങ്ങളിപ്പോൾ മറുപടി പറയാം.